കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ ലൊക്കേഷനിൽ ഉള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇടാം. പടിക്ക് പുറത്തായിരിക്കും. എനിക്ക് അസൂയാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ. ഒരു സീനോ 2 സീനോ അല്ലാതെ സീനില്ലാഞ്ഞിട്ടല്ല. ഇതാണ് കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. കാണാൻ പോകുന്ന പൂരം ചൊല്ലട ആരാ നമ്മുടെ കുഞ്ചാളി. നീയോ നിന്റെ പൗർപ്പവകാശം ചാരോ ചൊല്ലട കൂത്താടി. ചൊട്ടച്ചാണി ദൂരച്ചാണി കോഴിച്ചത്തില് മാനം മുട്ടൻ മോഹം കടസാ കൊടസാ പറയാതടിമൈ പൂവേ. ഇതാണ് കണ്ട കാഴ്ച. വേണമെങ്കിൽ അവന്റെ ബെല്ലേക്ക് ഹായ് സുഹൃത്തുക്കളെ, ഇന്നിപ്പോ ഞാൻ ഗിരിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ ലൊക്കേഷനിൽ ഉള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇടാം. എനിക്ക് രാവിലെ വരുന്ന വഴിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. ഒരു എപ്പിസോഡ് മൊത്തം ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല, തിരക്കായിരുന്നു. ധൃതി വെച്ച് നമുക്ക് ഷൂട്ടിങ്ങിന് തിരിച്ചു കഴിഞ്ഞ് എത്തുന്നത് വരെ ഒരു ടെൻഷനാണ്. അപ്പോൾ ധൃതിയായിട്ട് വന്നു. അപ്പോൾ ഇന്നിവിടെ ഓണം സെലിബ്രേഷനാണ്. ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം. നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ നേരത്ത് അപ്പോൾ റെഡി എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് വന്ന ഏഡിയാണ്. നീ എന്നെ റെഡിയായിട്ട് വിളിക്കാൻ വന്നാണോ? റെഡിയാണോ? ഒരു ഷോട്ട് ചെയ്യാനായിട്ടല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. ഇത് മറ്റൊരു യൂട്യൂബർ അമർ, റോളിംഗ് ക്യാമറാസ് എന്ന് പറയുന്നത്. ഇവിടെ ഓണപരിപാടിക്കുള്ള പരിപാടിയാണ്. ഒരു തയ്യാറെടുപ്പാണ്, ആർട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ടീമുകളെല്ലാം ഇതാണ് ഞാൻ റെഡിയാവുന്ന റൂം കേട്ടോ, എൻ്റെ റൂം. ഒരു ഹായ് പറയോ നമ്മുടെ ഗോപാൽജിയുണ്ട്, ഷാജി, സന്ദീപ്, എല്ലാവരും ഇവിടെ സൊറ പറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് സീൻ രാവിലെ കഴിഞ്ഞു. ഇനി അടുത്ത് എൻ്റെ സീനാണ്. ഞാനൊരു ആക്ട് എടുത്തിട്ട് വരാട്ടെ. ആക്ട് എടുത്തിട്ട് വരാം. ചായ കുടിച്ചിട്ട് താഴെ കിടന്ന് പൊട്ടത് പാൽപ്പായസം. പുറത്തായിരിക്കും. എന്തായാലും പറയണം. പടിക്ക് പുറത്തായിരിക്കും. നിനക്ക് പോകാൻ എല്ലാ പേപ്പേഴ്സും ടിക്കറ്റും ഇതിലുണ്ട്. ഒരു കോപ്പി ഓൺലൈനായി എന്റെ അടുത്തുണ്ട്. ഇനി ഇത് കളഞ്ഞു പോയതൊക്കെ പറഞ്ഞ് വെറുതെ പോക്ക് ക്യാൻസൽ ശ്രമിക്കണ്ട. പെട്ടെന്ന് നമ്മളെ നോക്കി അങ്ങനെ ആ ഷോട്ട് കഴിഞ്ഞ് ലൈറ്റ് ഉള്ളിടത്ത് പറഞ്ഞു. അങ്ങനെ ആ ഒരു സീൻ, ഒരു ക്ലോസ് മാത്രമായിരുന്നു ഷൂട്ട് ചെയ്ത്. ആ പരിപാടി കഴിഞ്ഞ് ഒരു ഫ്രഷ് കോസ്റ്റ്യൂം നൈറ്റ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ആ സീൻ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വീണ്ടും ഞാൻ ഇനി റൂമിൽ വരണം. നെക്സ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഇതെല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സെറ്റിലുള്ള ഒരു ചാക്കോച്ചനാണ് ഇരിക്കുന്നത്, നമ്മുടെ മാളൂസിന്റെ അച്ഛൻ. ഇതാണ് സ്ഥിരം മാളൂസിന്റെ അച്ഛൻ്റെ സീറ്റ്. ഈ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സീറ്റ്. ഇവിടെ കിടന്ന് യൂട്യൂബ് വീഡിയോയും കണ്ട് ന്യൂസ് പറഞ്ഞ് നിൽക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. ഇപ്പോൾ ആർട്ടിലൊക്കെ കയറി അതാണ്. അപ്പം ഒരു കുടുംബം പോലെ നമ്മൾ ടോട്ടൽ ഇതിൻ്റെ പരിപാടികൾക്കെല്ലാം എല്ലാവരും കൂടെ ഉണ്ട്. എന്തായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? നമ്മുടെ കോസ്റ്റ്യൂമർ ഉണ്ണി.
ഒരു ടെൻഷനും ഇല്ലാതെ സൊറയും പറഞ്ഞിരിക്കുന്ന ടീം സമ്മതിക്കൂല. എനിക്ക് അസൂയാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ. ഇവിടുത്തെ മമ്മൂട്ടിയാണ്. ഒരു സീനോ 2 സീനോ അല്ലാതെ സീനില്ലാഞ്ഞിട്ടല്ല. എല്ലാരും കിടുകിട വിറപ്പിക്കുന്ന ഗുണ്ടകളാണ്. നമ്മളെ എപ്പോഴും ചേട്ടാ റെഡിയായോ പിന്നെ കോസ്റ്റ്യൂം ചേഞ്ച് എന്നൊക്കെ പറയുന്നവന്മാര് ഓടി ഇവിടെ കയറി വരും, അതുപോലെ ഇറങ്ങി പോകും. കാരണം അത് സീനില്ല. അവന്മാർ തമ്മിൽ പോകത്തുള്ളൂ. ഇവന്റെ ഇതിനെ കൊണ്ട് പോയിട്ടല്ല. ഓണം കോസ്റ്റ്യൂം ഒരു കൊളാബരണം സെറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിന്റെ ആണ്, മുഖി എന്ന് പറഞ്ഞിട്ട് ഒരു ബൊട്ടിക് കുറവോണത്തുള്ള. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള അവരുടെ തന്നെയാണ്. അടാ ഇത് കൊള്ളാടാ. ഇതാണ് കോസ്റ്റ്യൂം ഓണം. എടുത്ത് പൈജാമയല്ല, ഷർട്ടും മുണ്ടും. കൊള്ളാമോ? കൊള്ളില്ല. അവൻ കൊള്ളില്ല എന്ന് പറയുള്ളൂ. ഷാജി ഒരു ബിൽഡറാണ്. ഇങ്ങനെയുണ്ട് ഒരു ആന. അരിക്കൊമ്പൻ. ഇതാണ് കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? കൊള്ളാമാണ്. മുഖി പൊട്ടിക്കാണ് നമ്മുടെ കോസ്റ്റ്യൂം കേട്ടസി. നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ഇത് കല്യാണൊക്കെ ആന അല്ലാതെ പോയി കുളിക്കും. ഈ ഒരു ആനയുടെ കാര്യമാണ് ഗോപാജി പറയുന്നത്. ഇങ്ങനെയുള്ള ഔട്ട്ഡേറ്റഡ് തമാശകൾ പറഞ്ഞിട്ടാണ് പുള്ളി വില്ലനായി പോയത്. ഇത് സെപ്പറേറ്റ് ചെയ്ത ഒരു വർക്കാണ് ഈ മുമ്പില്. എങ്ങനെയുണ്ട്? കൊളാബ് ചെയ്ത ആള് മുഖി, എന്റെ ഫ്രണ്ടാണ്. ഉമ ആണ് ചെയ്ത, എന്റെ നെയ്ബറാണ്. പട്ടം മുട്ടള സ്വദേശിയാണ്. അപ്പോൾ അതിനടുത്തുള്ള ബുട്ടീക്കാണ്. അപ്പം ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ പറയുന്നത്. അല്ല, നമ്മൾ മറ്റൊന്ന് പാടും. ഭൂമി തുറന്നു നീ അപ്പുറം ഭൂമി തുറന്നു നീ അപ്പുറം പോയതിൽ വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാൻ വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും ബിംബളക്കാം. കാണാൻ പോകുന്ന പൂരം ചൊല്ലട ആരാ നമ്മുടെ കുഞ്ചാളി. നീയോ നിന്റെ പൗർപ്പവകാശിച്ചാരോ ചൊല്ലട കൂത്താടി. ചൊട്ടച്ചാടി ദൂരച്ചാടി കോഴിച്ചാത്തിലെ മാനം മുട്ടൻ മോഹം. കണസാ കൊണസാ പറയാതടിമൈ പൂവേ കണിശൻ കിണിയും തകിടം മറിയും പൂവേ. അങ്ങനെ ഒരു സീനും കൂടെ കഴിഞ്ഞു. ഇനി ഓണം കോസ്റ്റ്യൂമാണ്. അതിനു മുന്നേ ആ സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ കാണിച്ചു. ഇതാണ് കണ്ട കാഴ്ച. 2 വില്ലന്മാര്, ഗോപാലിയും സഞ്ജു, നല്ല സുഖ ഉറക്കം. ഇതാണ് ആഹാ, സീരിയലിൽ വിറപ്പിക്കുന്ന വില്ലന്മാരാ, അപ്പനും മോനും. ഇവിടെ മാളുവിൻ്റെ അച്ഛൻ ഇതെല്ലാം വെട്ടി ഒരു വഴിയാക്കി. ചേട്ടാ എന്തായി, വെട്ടി തീർന്നാ? കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അവന്റെ ബെല്ലൈക്കണിൽ മണി 100 അടിക്കണം. ഞങ്ങളുടെ ഓണം വിശേഷമാണ്. ഓണം അവിടെ സദ്യ കൊണ്ടുകൊണ്ടിരിക്കും. ഈ കോസ്റ്റ്യൂമിൽ ഫൈറ്റ് ഉണ്ടല്ലേ? അടിപൊളി. അപ്പോൾ അടുത്ത റൗണ്ട് ഞങ്ങൾ ഇരിക്കുന്നതായിരിക്കും. അതുവരെ ഞങ്ങൾ 4 പേരും ആക്ച്വലി ഒരു
ടീമാണ്, ഒരു ഗ്യാങ് ആണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ഗോപാലിയാ? അയ്യോ, തങ്കപ്പെട്ട മനുഷ്യൻ. കാണാൻ വിറ്റ് മോണം ഓണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇന്ന് യേശുവിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും സദ്യയൊക്കെ ആയിട്ട് അടിപൊളി സദ്യ സദ്യയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. സീരിയലിൽ ഞങ്ങൾ വില്ലന്മാരാണെങ്കിൽ അല്ലാതെ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാണ്. പറഞ്ഞു നോക്കി ആണെന്നറിയില്ല. ഇങ്ങോട്ട് നോക്കി. മഞ്ജു മൂന്ന ഗിരി മരിച്ചുപോയ പീതാമന്റെ മകളാണ്. ഓ, മഹിമ പറഞ്ഞറിയാം. പോയേ. Action! പെട്ടെന്ന് പിടിച്ച് എവിടെ ലിപ്പ് കൊടുത്തു. നേരെ വന്ന് എന്താ പ്രശ്നം? ഏയ്, ഞങ്ങൾ വെറുതെ ഓരോ സംസാരിക്കാം. നമുക്ക് പൂക്കളിടാം. ആരോട്ടും പോയേ. ആക്ഷൻ. നോക്കി കത്തി ഇവിടെ നേരത്തെ ഇട്ടു, ഇതെടുത്തു. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നേരെ വാ. ഞാൻ പറഞ്ഞത് വക്കീലെന്ന് വിളി. പിടി പിടി. ഇവിടെ വന്നു. അയാള് അങ്ങനെ ഓണം മൂഡിൽ തുടങ്ങിയ ഒരു ആടിയൊക്കെ ഒരു ഫൈറ്റും കുറയുകയും ചെയ്ത് ആയുള്ളൂ. നമുക്കിപ്പം ലൈറ്റ് ആക്ച്വലി പോവാറായി. നമ്മൾ അഡീഷണൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഓണത്തിൻ്റെ ഇടയിൽ കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ എപ്പിസോഡിൽ ഒരു ഫൈറ്റും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ ലൊക്കേഷനിൽ ഇന്ന് ടോട്ടൽ ടൈം ഇന്ന് എനിക്ക് നേരത്തെ തരുന്നു 8 മണിയാവാൻ ഒരു 15 മിനിറ്റ് എത്തിയത്. സാധാരണ ഒരു 9:30 ടൈമാണ്. ഇത് നമ്മൾ ഗോപാൽജിയുടെ സീനും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഓണം ഷെഡ്യൂൾ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാണ്. ഞങ്ങൾക്കൊരു സീനുകളുണ്ട്, ഞങ്ങൾ വീണ്ടും കാണും. അപ്പം കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.